ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന് അറിയാം. ഇൻ്റർനാഷണൽ കയാക്കിംഗ് ഫെസ്റ്റിവൽ പുലിക്കയത്ത് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോവുകയാണ്. പെട്ടെന്നുണ്ടായ പ്ലാനായിരുന്നു. ഞാനും ഹസ്ബൻഡും മോളും അനിയത്തിൻ്റെ ഹസ്ബൻഡും അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെയാണ് പോകുന്നത്. പെട്ടെന്നുണ്ടായ പ്ലാൻ ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡുമാണ്. കുറേ ആയി ഞങ്ങളിങ്ങനെ എല്ലാ വർഷവും വരുമ്പം കാണണമെന്ന് വിചാരിക്കും, പക്ഷെ പോകാൻ പറ്റാറില്ല. ഇതിപ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ട്, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എന്താ ആരുമില്ല, എല്ലാവരും പോയി. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് കുറേ ടൈം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം പുഴയൊക്കെ ആസ്വദിച്ച് സമാധാനിച്ച് അങ്ങനെ എല്ലാവരും ഇതേപോലെ ദുഃഖം പിടിച്ചിങ്ങനെ ഇരിക്കുക. കാരണം കാണണമെന്ന് പ്രതീക്ഷിച്ച് വന്നവരായിരുന്നു. കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ വന്നവർ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നു. വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ തെന്നലായത് കാരണം അധികം ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ അപ്പുറത്ത് 2-3 ബോയ്സ്, ചെറിയ കുട്ടികളാണ്, അവർ കുളിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണേ. പക്ഷെ ഫസ്റ്റ് ചാട്ടം മിസ്സായി. പക്ഷേ രണ്ടാമത്തെ ചാട്ടം കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് നിന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വരെ നീന്തി വന്നു. ഈ കുത്തി ഒലിക്കുന്ന ഈ വെള്ളത്തിൽ കുത്തിയൊലിക്കാന്ന് വെച്ചാൽ എന്നാലും എന്തൊരൊഴുക്കാണ്. നമുക്കിങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് അറിയില്ല. നമുക്ക് അയ്യോ എന്ന് തോന്നിപ്പോവും, പേടിയാവും. കാരണം അത്രയും ഒഴുക്കും ഒരു തിരമാല പോലെ അങ്ങനെയാണ്. വെള്ളവും നിറയെ പാറക്കെട്ടുകളോ ഉള്ളിൽ. അവർക്ക് അത്രയും പരിചയമുള്ളതുകൊണ്ടായിരിക്കും, എന്നാലും അവന്മാർ നീന്തി അടിപൊളിയായിട്ട് പോയി. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഇറങ്ങി നോക്കിക്കൊണ്ടിരുന്ന് അത് കണ്ട് സമാധാനിച്ച് തൃപ്തി അണഞ്ഞു. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ശരിക്കും തോന്നിപ്പോയി വേറെ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മുണ്ടൊക്കെ എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു, ഇറങ്ങി കുളിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളിയാണ്. നല്ല തണുത്ത വെള്ളവും പിന്നെ എന്താ പറയുക, ഭയങ്കര പീസ്ഫുൾ, നല്ലൊരു വൈബ്. അങ്ങനെ കയാക്കിങ് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടിവാരം പ്ലാൻ ഇട്ടു. അങ്ങനെ അവിടുന്ന് അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ അടിവാരത്തു നിന്ന് ഒരു ഷോട്ടുണ്ട് 4-ാം വളവിലേക്ക്. അതുവഴി ഞങ്ങൾ 4-ാം വളവിലെത്തി. അത് നല്ലൊരു പീസ്ഫുള്ളായിരുന്ന ഒരു ഡേ ആയിരുന്നു, ഈവനിങ് ആയിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു, എന്നാലും നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോൾക്ക് ചോളൊക്കെ വാങ്ങിക്കൊടുത്തു. കുറച്ച് നേരം അവിടെ നിന്നു പുറത്ത്. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് കാടമുട്ട കഴിച്ചു, കാപ്പി കുടിച്ചു. അങ്ങനെ കുറച്ച് സമയം മോള് നല്ല ഹാപ്പി ആയിരുന്നു. നമുക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭാഗ്യത്തിന് മഴയൊന്നുമില്ല, അതുകൊണ്ട് സമാധാനത്തിൽ അങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു 7 മണി 7:30 ആയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനി ഇതാ വീട്ടിലേക്ക്, അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ചീറ്റിപ്പോയ കയാക്കിങ്ങിൻ്റെ വിഷമം തീർക്കാൻ ചുരത്തിൽ വരെ പോയി. അവിടുന്ന് ഞങ്ങൾ ഹാപ്പി. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.